ഇംഗ്ലണ്ടിലെ ഡ്രൈവേ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജറുകൾ സ്ഥാപിക്കുന്നത് എളുപ്പമാക്കിയിരിക്കുകയാണ്. ഈ പുതിയ നിയമം ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് അവരുടെ ഡ്രൈവേകളിൽ EV ചാർജറുകൾ സ്ഥാപിക്കാൻ സഹായകമാകുന്നു. സ്വകാര്യ ഡ്രൈവേകൾ, തൊഴിലിടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിന് ഇനി മുതൽ പ്ലാനിംഗ് പെർമിഷൻ ആവശ്യമായി വരികയില്ല. ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വിപുലപ്പെടുത്തുന്നതിനായി 1 വർഷം മുൻപാണ് ഈ നീക്കം ആരംഭിച്ചത്. 9 മാസം വരെ കാലതാമസമുണ്ടാക്കിയിരുന്ന ചുവപ്പ് നാടകളാണ് ഇതോടെ ഒഴിഞ്ഞുപോയിരിക്കുന്നത്. 2030-ൽ പുതിയ പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പനയിൽ നിരോധനം വരുന്നതിന് മുൻപായി പരമാവധി ആളുകളെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിന് പുറകിലെ ലക്ഷ്യം. ഫോസിൽ ഇന്ധന വാഹനങ്ങളിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ പ്രത്യേകിച്ചും ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് ഇല്ലാത്തവരെ പൊതുയിടങ്ങളിലെ ചാർജറുകൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 2030ഓടെ 3 ലക്ഷം പൊതു ചാർജറുകൾ എന്ന ഗതാഗത വകുപ്പിന്റെ ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നാഷണൽ ഓഡിറ്റ് ഓഫീസിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ പൊതുവെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പൊതുയിടങ്ങളിലെ ചാർജറുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി നിരക്ക് നൽകേണ്ടി വരുന്നത് ഈ പദ്ധതി എത്രമാത്രം വിജയകരമാകുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട വിവാഹമോചന കേസിൽ ഒടുവിൽ ഇന്ത്യക്കാരിക്ക് 85 കോടി രൂപയോളം നഷ്ടപരിഹാരം. ഇന്ത്യൻ വംശജനായ വർഷ കോഹ്ലിയാണ് UK-യിലെ തന്നെ ശ്രദ്ധേയമായ വിവാഹമോചന കേസുകളിൽ വിജയിച്ചത്. 2002-ലാണ് പരസ്ത്രീബന്ധം ചൂണ്ടിക്കാട്ടിയ ഭർത്താവ് ഭദ്രേഷ് കോഹ്ലിയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് വർഷ കോടതിയെ സമീപിച്ചത്. 3 മക്കളാണ് ഇവർക്കുണ്ടായിരുന്നത്. കേസ് ഏകദേശം 3.5 കോടിയോളം രൂപ നൽകി ഭദ്രേഷ് ഒത്തുതീർപ്പാക്കി. ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു കാറും വർഷയ്ക്ക് നൽകി. എന്നാൽ തന്റെ ഭർത്താവ് ഗുരുതര ക്രമക്കേട് കാട്ടിയെന്നും ആസ്തി സംബന്ധിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തെന്ന് വർഷ കണ്ടെത്തി. മതിയായ തെളിവുകൾ പിന്നീടാണ് ലഭിച്ചത്. ഇതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 2011-ൽ ഭദ്രേഷ് ഉൾപ്പെടുകയും കോടതി 10 വർഷം തടവ് വിധിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് കോടികളുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവന്നത്. ഇതോടെയാണ് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 28 ദശലക്ഷം പൗണ്ട് പ്രോസിക്യൂട്ടർമാർ മരവിപ്പിച്ചതും വർഷ വീണ്ടും കോടതിയെ സമീപിച്ചതും. 2015-ൽ കേസ് സുപ്രീം കോടതിയിലെത്തി. മറച്ചുവെച്ച സ്വത്തിൽ നിന്നും അർഹതപ്പെട്ടത് മുൻ ഭാര്യയ്ക്കും മക്കൾക്കും നൽകണമെന്ന് കോടതി വിധിച്ചു. എന്നാൽ കണ്ടെത്തിയ സ്വത്ത് മുഴുവൻ തന്റേതല്ലെന്നായിരുന്നു ഭദ്രേഷിന്റെ വാദം. എന്നാൽ ഭദ്രേഷിന്റെ നടപടികൾ ഒട്ടും സുതാര്യമല്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി 6.6 ദശലക്ഷം പൗണ്ട് വർഷയ്ക്ക് നൽകാൻ ഉത്തരവിടുകയും കേസ് അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. 2003-ൽ സാൽഫോർഡിൽ നടന്ന പീഡനക്കേസിൽ നിരപരാധിയായ വ്യക്തി 17 വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സംഭവത്തിൽ യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനം. 2003-ൽ സാൽഫോർഡിൽ യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് സുരക്ഷാ ജീവനക്കാരനായിരുന്ന ആൻഡ്രൂ മാക്കിൻസൺ എന്നയാളിനെ പ്രതിയാക്കിയതും ശിക്ഷിച്ചത്. എന്നാൽ ഏറെ വൈകി യഥാർത്ഥ പ്രതിയായ പോൾകിനെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തു. 2003 ജൂലൈ 19-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവത്തിന് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് നിരപരാധിയായ ആൻഡ്രൂ മാക്കിൻസണിനെ പ്രതിയാക്കിയത്. തിരിച്ചറിയൽ പരേഡിൽ യുവതി മാക്കിൻസണിനെ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് 2004-ൽ അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. തുടക്കം മുതൽ തന്നെ നിരപരാധിയാണെന്ന് മാക്കിൻസൺ വാദിച്ചിരുന്നുവെങ്കിലും നിരവധി അപ്പീലുകൾ പരാജയപ്പെട്ടു. ഒടുവിൽ 2020-ൽ ജയിലിൽ നിന്ന് മോചിതനായ അദ്ദേഹം 2023-ലാണ് പൂർണ്ണമായി കുറ്റവിമുക്തനാക്കപ്പെട്ടത്. യുവതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉമിനീർ സാമ്പിൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരിശോധിച്ചതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. DNA പരിശോധനയിലൂടെയും പോൾകിനാണ് യഥാർത്ഥ പ്രതിയെന്ന് തെളിഞ്ഞു. കേസിനിടയിൽ DNA സാമ്പിളുകൾ പോലീസ് എത്രകാലം സൂക്ഷിക്കുമെന്ന കാര്യം പോൾകിൻ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നതായും തെളിവുകളിൽ കണ്ടെത്തി. യഥാർത്ഥ പ്രതിയായ പോൾകിനെ 24 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്.